ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്ത് നന്നായി വാഷ് ചെയ്ത് എടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു 15 മിനിറ്റ് വെക്കണം കേട്ടോ. 2 ദിവസം മുന്നേ 1.5 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് എല്ലില്ലാത്ത മാംസകഷ്ണങ്ങൾ മാറ്റി വെച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർക്കണം. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. ഇനി വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ റൈസ് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണം. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുട്ട കൊത്തിപ്പൊരിച്ചെടുക്കാം. ഇനി സെയിം ചട്ടിയിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, സബോള അരിഞ്ഞത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ കടഭാഗം ചെറുതായി അരിഞ്ഞത്, അത് അവിടെ കിടന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പോഴേക്കും റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി സബോള ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ചിക്കൻ അതിൽ കിടന്ന് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയൻ, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ മാറ്റി വയ്ക്കണം കേട്ടോ. ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ കാബേജും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ബീൻസും ഗ്രീൻ പീസും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ വാടിയാൽ മതി. അതിനുശേഷം മുട്ട കൊത്തിപ്പൊരിച്ചത്, ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.